ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത വയുഅ്തൂനസ് സകാത വഹും റാകിഊൻ. നിശ്ചയം നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്. വറസൂലുഹു അല്ലാഹുവിന്റെ റസൂൽ സഹായിയാണ്. വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത വയുഅ്തൂനസ് സകാത വഹും റാകിഊൻ. വിനയാന്വിതരായി നിസ്കാരം നിലനിർത്തി സകാത്ത് നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളാണ് നിങ്ങളുടെ സഹായി. അല്ലാഹു സഹായിയാണ്, പ്രവാചകർ സഹായിയാണ്. യഥാർത്ഥമായി അല്ലാഹുവിലേക്ക് അടുത്ത മുഅ്മിനീങ്ങൾ, ആ മഹാരഥന്മാർ സഹായിയാണ്. അല്ല ഇവരൊക്കെ സഹായിയാണോ എന്ന് പറഞ്ഞപ്പോ പ്രവാചകരോട് സഹായം ചോദിക്കുന്നു. ഈ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഔലിയാക്കളോട് അഥവാ അല്ലാഹു തആല ആ നിബന്ധന പറഞ്ഞതുകൊണ്ട് ആ മഹാന്മാരോട് സഹായം ചോദിക്കുന്നു. എവിടെയും വളച്ചൊടിക്കുന്നില്ല. ഇനി ഈ ആയത്തിന് സഹായി എന്ന അർത്ഥമില്ല എന്നാണോ, അത് വളച്ചൊടിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് ഞാൻ പറഞ്ഞ അഭിപ്രായമല്ല. ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അവിടത്തെ തഫ്സീറുൽ കബീറിൽ ഉദ്ധരിച്ചതാണ്. യജിബു ഇന്നമാ വലിയുകുമുല്ലാഹ് ഫകദാലിക ഇന്നമാ വലിയുകുമുല്ലാഹ് യജിബു അൻ തകൂന ഹിയ ബിമഅന അൻ-നുസ്റ വകുല്ലു മൻ അൻസഫ വതറക അത്തഅസ്സുബ വതഅമ്മല ഫീ മുഖദ്ദിമത്തിൽ ആയതി വഫീ മുഅഖിരിഹാ ഖത് അബി അന്നൽ വലിയ ഫീ ഖൗലിഹി ഇന്നമാ വലിയുകുമുല്ലാഹ് ഉപേക്ഷിക്കുകയും പക്ഷപാതം നടത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ അതെ ഉറപ്പിച്ചവർക്ക് മനസ്സിലാക്കാം. ഇന്നമാ വലിയുകുമുല്ലാഹ് എന്ന് പറയുന്ന ആയത്തിൽ പറയുന്നത് ലൈസ ഇല്ലാ ബിമഅനൻ നാസിരി വൽ മുഹിബ്ബി, സഹായി എന്ന് അതുപോലെ മുഹിബ് എന്നല്ലാതെ അതിന്റെ അർത്ഥമില്ല. സഹായി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഇമാം റാസി പറയുന്നു. ഞാൻ വളച്ചൊടിച്ചില്ല, അല്ലെങ്കിൽ അഹ്ലുസുന്ന വൽ ജമാഅയിലെ ആളുകൾ വളച്ചൊടിക്കുന്നില്ല. കണ്ടോ? അപ്പൊ വളച്ചൊടിച്ചില്ല, നേരെ പറഞ്ഞാണ്. എന്ത്? പ്രവാചകന്മാരോട് നബിയോട് സഹായം തേടാ, വിശ്വാസികളോട് സഹായം തേടാ. അള്ളൊരു ആയത്തിറക്കി കൊടുത്തിട്ടുണ്ട്. സൂറത്ത് മാഇദയിൽ 55-ാമത്തെ ആയത്താ. നിങ്ങളൊന്ന് ആലോചിച്ച്, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ എങ്ങനെ സംഭവിക്കണം? വിശ്വാസികൾ എല്ലാവരും അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാൽ കുഴഞ്ഞ് ആളെ വിളിക്കാൻ ഒരാള് മാത്രം. എന്നാ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിക്കാനുണ്ട്. മുഅ്മിനീങ്ങൾക്ക് വിളിക്കാൻ അല്ലാഹ് മാത്രം. അങ്ങനെ മുഅ്മിനീങ്ങൾ എല്ലാം കൂടെ പ്രയാസപ്പെട്ട് നബിയുടെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഓ നബിയെ, ഞങ്ങൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച് മറ്റാരെയും വിളിക്കാനില്ല. എന്തൊരു ദുരിതാണിത്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, പേടിക്കണ്ട. ഇന്നമാ വലിയുകുമുല്ലാഹ്, നിങ്ങൾ വിളിച്ചു തേടേണ്ടത് അള്ളാഹുവിനോടാണ്. വറസൂലുഹു, അള്ളാഹുവിന്റെ റസൂലിനോടുമാണ്. വല്ലദീന ആമനു, ഈമാനുള്ളവരോടുമാണ്. എങ്ങനെ? അല്ലദീന യുഖീമൂന സ്വലാത്ത നമസ്കരിക്കുന്ന, അപ്രകാരം സക്കാത്ത് കൊടുക്കുന്ന മുഅ്മിനീങ്ങളോടുമാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. സമാധാനായില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? എല്ലാവരും പോയിക്കോ. അങ്ങനെ അള്ളാഹ് ഇറക്കി കൊടുത്ത ആയത്താണ് എന്ന് തോന്നിപ്പോകും. സത്യത്തില് ഇവിടെ ഒരു സുഹൃത്ത് ആവർത്തിച്ച് പറഞ്ഞു, ഉസ്താദെ ഈ പറഞ്ഞല്ലാതെ തന്നെ വായിക്കാനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേറൊന്നുമില്ല, ഞാൻ സുന്നിയല്ല, മുജാഹിദല്ല, ആരുമില്ല. അദ്ദേഹം പറഞ്ഞു, അതല്ലാത്ത വ്യാഖ്യാനാണെങ്കിൽ ഉസ്താദ് പറ. ഉസ്താദിന് ആകെ ഇത് മാത്രമേ മൂപ്പറനാവിലുള്ളൂ. അന്നാസിറു വൽ മുഹിബ്ബു എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്തിനാ നാസറിന്റെ കൂട്ടത്തിൽ മുഹിബ്ബു എന്നൂടെ പറഞ്ഞത്? നാസറിന്റെ കൂട്ടത്തിൽ മുഹിബ് എന്ന് പറഞ്ഞത് സഹായിയാണ്, മുഹിബാണ്, മിത്രാണ്. ഇനി സഹായിയാണെന്ന് കണ്ടതാ മുസ്ലിർക്ക് ആകെ അതിനകത്തുള്ളൊരു പിടി. എന്ത്? റാസി അതിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ചിന്തിക്കുന്നവർ നേർക്കുനേരെ ചിന്തിച്ചാൽ, ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ, നിഷ്പക്ഷമായി ചിന്തിച്ചാൽ, ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം അന്നൽ വലിയ, ഇവിടെ ഈ ഇന്നമാ വലിയുകുമുല്ലാഹ് എന്ന് പറഞ്ഞ അവിടുത്തെ വലിയ അന്നാസിറു, അത് സഹായി എന്ന അർത്ഥത്തിലുള്ളതാണ്. വൽ മുഹിബ്ബു, മിത്രം എന്ന അർത്ഥത്തിലുള്ള വലിയാണ്. അവിടെ പറഞ്ഞ ആ വലിയ എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാം എന്ന് റാസി പറഞ്ഞു. അല്ലാതെ നബിയോട് സഹായം തേടിക്കോളൂ എന്ന് പറഞ്ഞിട്ടില്ല, വിശ്വാസികളോട് സഹായം തേടിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവർക്കൊരു മറുചോദ്യം ഉണ്ട്. എല്ലാം റെഡിമെയ്ഡാണ്, നമുക്കറിയാം. ആ റെഡിമെയ്ഡ് മറുപടി എന്നറിയാം. അല്ല മൗലവി, ഒരു ആള് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഡോക്ടറാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ മരുന്ന് കൊടുക്കപ്പെടും, ഇവിടെ മരുന്ന് ചോദിച്ചു വരണമെന്ന് എന്റെ ചോട്ടിൽ എഴുതി വെക്കണോ? ഡോക്ടറാണ് എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാക്കിക്കൂടെ അയാളൊക്കെ പോയി മരുന്ന് ചോദിക്കാം എന്ന്? അതുപോലെ സഹായിയാണ് എന്ന് പറഞ്ഞാൽ തന്നെ സഹായം ചോദിക്കാം എന്ന് മനസ്സിലാക്കി കൂടെ മൗലവി എന്നായിരിക്കും മറുപടി. എന്നാൽ അതിനും മറുപടി ഉണ്ട് മുസ്ലിയാരെ. അത് ചോദിച്ചിട്ട് കൊടുക്കണ്ട, അനുവേണ്ടിയിട്ട് ഒരു സ്റ്റേജിലൂടെ കെട്ടണ്ട, ഇല്ല, നേരത്തെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരാൾ ഡോക്ടർ എന്ന് കണ്ടാൽ അയാൾക്ക് പോയി മരുന്ന് ചോദിക്കാൻ പറ്റുമോ? എങ്കിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട്
ആ മുസ്ലിം ഓടിച്ചെന്നിട്ട് പനിയാണ്, ഡോക്ടർ സുമാർ അഴിക്കോളെന്ന് കേട്ടാൽ പോയി മരുന്ന് ചോദിക്കരുത്. ഏത് ഡോക്ടറാണെന്ന് നോക്കണം. ചിലപ്പോൾ മൃഗ ഡോക്ടറായിരിക്കും. അതുകൊണ്ട് അതിന്റെ ആ ഏത് കാറ്റഗറിയാണ്, അയാൾക്ക് മരുന്ന് ചോദിക്കാൻ പറ്റുമോ, ചോദിച്ചാൽ കിട്ടുമോ, ചോദിക്കാൻ പറ്റുമോ, ചോദിക്കേണ്ട ആളാണോ, അതിന് അർഹനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വേണം ഡോക്ടർ ആണെങ്കിലും പോയിട്ട് മരുന്ന് ചോദിക്കാൻ. ഡോക്ടർ എന്ന് കേൾക്കുമ്പോൾ ഓടിപ്പോയിട്ട് മരുന്ന് ചോദിക്കരുത്. അപ്പോ ഇവിടെ സഹായി എന്ന് പറഞ്ഞാൽ സഹായം ചോദിക്കാന്ന് കിട്ടൂല. അങ്ങനെ പറഞ്ഞ വാദം നമുക്ക് നോക്കാലോ, സാധ്യത പരിഗണിക്കാലോ. ഇനി നിങ്ങൾ നോക്കൂ, സൂര്യൻ സഹായിയാണ്, അല്ലെന്ന് ആർക്കാ വാദമുള്ളത്? സൂര്യൻ സഹായിയാണ്. അപ്പൊ നാളെ പോലെ സൂര്യനോടും തേടാ. വാഴ സഹായിയാണ്, വാഴയോടും തേടാ. വണ്ടി സഹായിയാണ്, വണ്ടിയോടും തേടാ. അപ്പൊ എന്താ ഇല്ലാത്തത്? അതിന്റെ പുറത്ത് പണ എന്താ? കല്ല് സഹായിയാണ്, കല്ലുള്ളതുകൊണ്ടല്ലേ വീട് വെക്കുന്നത്. അപ്പൊ കല്ല് സഹായിയാണ്, കല്ലിനോടും തേടാ. സഹായിയാണ് എന്ന് കണ്ടാൽ തേടാമെന്ന് കിട്ടുമോ? ഇനി നമ്മൾ ആലോചിച്ചു, ആ ആയത്ത് എന്തിനാ അവതരിച്ചത്? പ്രാർത്ഥനയുടെ വിഷയത്തിൽ അവതരിച്ച ആയത്താണോ? ദുആഇന്റെ വിഷയത്തിൽ അവതരിച്ച ആയത്താണോ? പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അവതരിച്ച ആയത്താണോ ഇന്നമ വലിയക്കുമുള്ള ആയത്ത്? നിങ്ങളൊന്ന് മറിച്ച് മലയാളത്തിൽ നിങ്ങൾക്ക് കിട്ടും. മുസ്ലിയാർ പറയട്ടെ, അവിടെ നിൽക്കട്ടെ. മുസ്ലിയാർ പറഞ്ഞിട്ട്, മുസ്ലിയാർക്ക് പറയാൻ സ്വാതന്ത്ര്യം, ഇന്ത്യ രാജ്യമാണ്, എല്ലാവർക്കും സ്വാതന്ത്ര്യം. മുസ്ലിയാർ പറയട്ടെ. പക്ഷെ മലയാളത്തിൽ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാണ്, മരിച്ചുപോയി. സമസ്തയുടെ അറിയപ്പെട്ട ഒരു പണ്ഡിതന, മുജാഹിദുകാരനല്ല, സമസ്തയിൽ അറിയപ്പെട്ട പണ്ഡിതനായ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എന്ന് പറയുന്ന ആ ഒരു പണ്ഡിതൻ മാഇദയുടെ 55-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം ഒന്ന് വായിച്ചു നോക്കിക്കൂടെ? KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എഴുതിയിട്ടില്ലേ? ഇനി വേണ്ട, ഞങ്ങൾ ഇങ്ങനെ കിതാബും കെട്ടും ചുമന്നുകൊണ്ട് നടക്കുകയാണെന്ന് പറയുന്ന ആൾക്ക് ആ കോമഡി ഇങ്ങനെ ഒരാൾ ഇങ്ങനെ മുന്നിൽ, ബാക്കി പരിവാരങ്ങൾ കിതാബും കെട്ടുമായിട്ട് ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷമാണ്. ഖുർആൻ അങ്ങനെയും ചില വിശദീകരണങ്ങൾ തന്നിട്ടുണ്ടല്ലോ. എങ്ങനെ? മത്തലുല്ലദീന ഹുമ്മിലു തൗറാത്ത തുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. അങ്ങനെയുണ്ട്. കാരണം വെച്ചാൽ ഈ ചുമന്നിങ്ങനെ നടക്കണല്ലാതെ ഇതിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് സാധനത്തിന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ചുമന്ന് നടക്കുന്നത് പോലെ വേണ്ട. ആ ചുമന്ന് നടക്കുന്ന ഇടയിൽ മറിച്ച് നോക്കിയാൽ മനസ്സിലാകുമെങ്കിൽ മറിച്ച് നോക്കാമല്ലോ. എന്ത്? ആ ആയത്തിന്റെ വ്യാഖ്യാനം, സൂറത്തുൽ മാഇദയുടെ 55-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം അവിടെ കൃത്യമായി പറയുന്നത് കാണാം. ആ ആയത്ത് അവതരിക്കുന്ന അവതരണ പശ്ചാത്തലം കേട്ടോ. എന്താ പറഞ്ഞത്? അന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം യാ റസൂലല്ലാഹ് ഇന്ന ഖൗമനാ ഖദ് ഹജറൂനാ വഅഖസമു അല്ലാ യുജാലിസൂനാ വലാ നസ്തതിഉ മുജാലസത അസ്ഹാബിക ലിബുദിൽ മനാസിൽ ഫനസലത് ഹാദിഹിൽ ആയ. നിങ്ങളൊന്ന് മറിച്ചു നോക്ക്. എന്താണെന്നല്ലേ, നബി മക്കയിൽ നിന്ന് മദീനയിലെത്തി. സംഭവം ആയത്ത് അവതരിക്കുന്ന അവതരണ പശ്ചാത്തലം. നമുക്ക് മനുഷ്യന്മാരില്ല, ബുദ്ധിയുണ്ടല്ലോ. നബി മക്കയിൽ നിന്ന് മദീനയിലെത്തി. മദീനയിൽ ആരാ ഉള്ളത്? പ്രബല ശക്തികൾ. ഒന്ന് യഹൂദികൾ, മറ്റൊന്ന് നസാറാക്കളാണ്. മദീനയിൽ പ്രവാചകൻ അഭയം കിട്ടിക്കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുമായി ചില കരാർ നടത്തി. പ്രത്യേകിച്ച് ബനൂ ഖുറൈള, ബനൂ നളീർ പോലുള്ള പ്രഗത്ഭരായ ജൂത ഗോത്രങ്ങളുമായി നബി കരാർ നടത്തി. കാരണം ഒരു നാട്ടിൽ വന്ന അഭയാർത്ഥികളാണ്. ആ നാടുമായി ബന്ധപ്പെട്ട ചില കരാറുകൾ യഹൂദികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂതന്മാരിൽ പെട്ട ചില ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അവരും മുസ്ലിമായി. ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞ് മുഹമ്മദ് നബിയെ കുറിച്ച് പഠിച്ച് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയിട്ട് ഈ ജൂതന്മാർ നബി കരാർ ചെയ്ത ബനൂ ഖുറൈള, ബനൂ നളീർ ഗോത്രത്തിലുള്ള ആളുകൾ മുസ്ലിമായി കഴിഞ്ഞപ്പോ ജൂതന്മാരുടെ സ്വഭാവം മാറി. അവര് പറഞ്ഞു, ഇങ്ങോട്ട് അടുത്ത് വരുന്ന മഹല്ല് വിലക്കിരിക്കുന്നേ എന്ന് പറഞ്ഞു. നിന്നെ മഹല്ല് വിലക്കി ഈ പരിസരത്ത് കണ്ടുകൂടെ, കബറടക്കിലാണ്, വരട്ടലാണ്, ഭീഷണി, അകറ്റി മാറ്റി നിർത്തി. ആരും പിന്നെ മിണ്ടൂല, കല്യാണത്തിന് വിളിക്കൂല. ഇവൻ മറ്റവനാണ്, അതുകൊണ്ട് മിണ്ടാൻ പാടില്ല. സലാം മിണ്ടും, സലാമല്ല, അടി അടി. ഈ ഒരു അവസ്ഥയിലാണ് ഏതൊരു മനുഷ്യനും വിഷമുണ്ടാവും. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സലാം റസൂലുള്ളാഹിന്റെ സഹാബി, അന്ന് ബനൂ ഖുറൈള, ബനൂ നളീർ ഗോത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടമ്പടി നടത്തിയ ആ ഗോത്രത്തിൽ നിന്ന് മുസ്ലിമായിട്ട് നാട്ടുകാരെ ബഹിഷ്കരിച്ചിട്ട് അവസാനം ആ മനുഷ്യൻ ഓടി വന്ന് നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്ന ഖൗമനാ ഖദ് ഹജറൂനാ വഅഖ്സമു അല്ലാ യുജാലിസൂനാ. ഓ പ്രവാചകരെ, ഞങ്ങളെ അവർ ബഹിഷ്കരിക്കുന്ന നബിയെ, ഞങ്ങളോടൊപ്പം അവരിയ്ക്കുന്നില്ല, ഞങ്ങളെ അവർ പരിഗണിക്കുന്നില്ല നബിയെ, ഞങ്ങൾ എന്ത് ചെയ്യണം നബിയെ? ഫനസലത്ത് ഹാദിഹിൽ ആയ. അപ്പോഴാണ് അല്ലാഹു ഈ ആയത്ത് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. ഏതാണ് ആയത്ത് എന്നറിയുമോ? നിങ്ങൾ വിഷമിക്കേണ്ട, പ്രയാസപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, പ്രയാസപ്പെടണ്ട. ഇന്നമാ വലിയുകുമുല്ലാഹ്, നിങ്ങളുടെ വലിയ അല്ലാഹയാണ്, നിങ്ങളുടെ സഹായി അല്ലാഹയാണ്, നിങ്ങളുടെ സംരക്ഷകൻ അല്ലാഹയാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലാണ് നിങ്ങൾക്കുള്ള മാതൃക.
പ്രവാചകനാണ് നിങ്ങൾക്കുള്ള മാതൃക. വല്ലദീന ആമനു, വിശ്വാസികളാണ് നിങ്ങളുടെ മിത്രങ്ങൾ. വിശ്വാസികളാണ് നിങ്ങളുടെ മിത്രങ്ങൾ. നിങ്ങളുടെ കൂടെ ഇരിക്കാൻ, നിങ്ങൾക്ക് സഹവസിക്കാൻ, നിങ്ങൾക്കൊപ്പം ഇരിക്കാൻ, നിങ്ങൾക്ക് കാര്യങ്ങൾ പങ്കുവെക്കാൻ ഒരു വിശ്വാസി സമൂഹം ഇവിടെയുണ്ട്. അതുകൊണ്ട് വിശ്വാസികളാണ് നിങ്ങളുടെ വലിയുകള്. എങ്ങനെയുള്ള വിശ്വാസികൾ? ആ വിശ്വാസികളാണെന്ന് പറഞ്ഞു നടക്കുന്ന ചില കപടന്മാരുണ്ട്. അവരല്ല വലിയ. നേരെ മറിച്ച് അല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത, നമസ്കരിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, അല്ലാഹുവിന് റുകൂ ചെയ്യുന്ന വിശ്വാസികളാണ് നിങ്ങളുടെ വലിയുകള്.